ഹലോ. പനകത്തിയാന്നേ എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ദേ നമ്മൾ ഇന്നൊരു വൺ ഡേ ട്രിപ്പായിട്ട് പോകുവാണേ. അപ്പോൾ ദേ നമ്മുടെ ഫാമിലിയിൽ എല്ലാവരും തന്നെയുണ്ട്. ഇത് എൻ്റെ ഫാമിലിയിൽ നിന്നാണ് പോകുന്നതേ. എൻ്റെ ഫാമിലി എന്ന് പറഞ്ഞെങ്കിലും എല്ലാവരും തന്നെ ഇല്ല കേട്ടോ. ചേച്ചി പുറത്താണല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ ഒരു ഇൻകംപ്ലീറ്റഡ് ഫാമിലി ആയിട്ടാണ് നമ്മൾ പോകുന്നത് ഇന്ന്. ഉണ്ണിയും റിയായും പിള്ളേരും അപ്പായും അമ്മയൊക്കെ കൂടെ ദേ കാറിനാണ് പോകുന്നത്. ഞാനും ചേട്ടനും കൂടെ ബൈക്കിനുമായിരുന്നു. ചേട്ടൻ നാട്ടിൽ വരുന്നതിന് മുമ്പേ ഉള്ള ഒരു പ്ലാനിങ് ആയിരുന്നു നമുക്കൊരു ട്രിപ്പ് പോകണമെന്നുള്ളത്. ഞങ്ങളത് വൺ ഡേ ട്രിപ്പ് അല്ലായിരുന്നു, ഒരു 1-2 ദിവസത്തേക്കുള്ള ഒരു ട്രിപ്പായിരുന്നു നമ്മൾ പ്ലാൻ ചെയ്തത്. പക്ഷേ ഗ്യാസിന്റെ പ്രശ്നവും കാലാവസ്ഥയുടെ മാറ്റവും ഒക്കെ നമ്മുടെ ട്രിപ്പ് വൺ ഡേ ട്രിപ്പാക്കി ചുരുക്കിയെടുത്തു. അതേപോലെ തന്നെ മൂന്നാർ, ഊട്ടി അങ്ങനെ ഒത്തിരി പ്ലാനിങ് ഉണ്ടായിരുന്നു. എന്നാൽ നമ്മൾ പോയത് വേറെ എങ്ങോട്ടും അല്ല. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുമല്ലോ. നമ്മുടെ ആലപ്പുഴയിൽ ഹൗസ് ബോട്ടിങ്ങിനാണ് നമ്മൾ പോയത്. മൂന്നാറും ഊട്ടിയൊന്നും അല്ലല്ലോ നമ്മുടെ ഹൗസ് ബോട്ടിങ്. അടിപൊളി വൈബായിരുന്നു. നമ്മളവിടെ കയറാനുള്ള ഒരു ടൈമിങ് അവർ പറഞ്ഞത് 11 മണിയായിരുന്നു. പക്ഷെ നമ്മളവിടെ ചെന്നപ്പോൾ 12 മണിയായി. 12 മണിയായപ്പോഴാണ് ഞങ്ങൾ കയറിയത്. അത് ഞങ്ങൾക്കൊരു നഷ്ടം തന്നെയായിരുന്നു. കാര്യം നല്ലൊരു വൈബായിരുന്നു അവിടെ ആ ഒരു സിറ്റുവേഷൻസ് ഒക്കെ. പക്ഷെ നമ്മളത് താമസിച്ചത് കൊണ്ട് തന്നെ നമുക്ക് അത്രയും ടൈമിങ് പോയി. നമ്മളാണെങ്കിൽ തുള്ളാനുള്ള എല്ലാ സെറ്റപ്പും ഒക്കെ ആയിട്ടായിരുന്നു പോയത്. ബ്ലൂടൂത്തും അതും ഇതൊക്കെ ആയിട്ട് എല്ലാം. പക്ഷെ നമുക്കതൊന്നും വേണ്ടായിരുന്നു. അവിടെ എല്ലാ സജ്ജീകരണവും ഉണ്ടായിരുന്നു. ദേ ചെന്ന് കയറിയത് ആബുകുട്ടൻ ദേ അവിടുത്തെ ബോട്ട് ഓടിക്കാനുള്ള ശ്രമങ്ങളൊക്കെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആബുകുട്ടനൊപ്പം തന്നെ ദേ കെങ്കുട്ടനും കയറിയിട്ടുണ്ട് കേട്ടോ. നല്ലൊരു സഹകരണമുള്ള ഒരു ജീവനക്കാരായിരുന്നു കേട്ടോ ആ ബോട്ടിന്റെ ഉടമകളൊക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെ നല്ല വൈബായിട്ടായിരുന്നു നമ്മൾ ബോട്ടിൽ പോയത്. ദേ ഒപ്പം തന്നെ ക്രിസാമോളും ഓടിച്ചു തുടങ്ങിയിട്ടുണ്ടേ. അപ്പൊ ദേ നമ്മൾ ചെന്ന പാടെ ദേ നമുക്കൊരു വെൽക്കം ഡ്രിങ്ക് ആയിട്ട് നാരങ്ങാ വെള്ളമായിരുന്നു തന്നത്. നല്ലതായിരുന്നു കേട്ടോ. നമ്മൾ അതൊക്കെ കുടിച്ച് നമ്മൾ വർത്താനമൊക്കെ പറഞ്ഞ് അവിടെ ഇരുന്നു. അങ്ങനെ ദേ നമ്മുടെ ബോട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ദേ അവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ താഴെ തന്നെ കുറച്ച് നേരം ഇരുന്നതിന് ശേഷമാണ് നമ്മൾ മുകളിലോട്ട് പോയത് കേട്ടോ. ഹൗസ് ബോട്ടിൽ ഇങ്ങനെയുള്ള ഒരു ട്രിപ്പ് ഞങ്ങൾ എല്ലാവരും കൂടി ആദ്യമായിട്ടാണ് കേട്ടോ. പിന്നെ ഞാൻ ആദ്യമായിട്ടാണ് ഹൗസ് ബോട്ടിൽ കയറുന്നതും. കാഴ്ചകളൊക്കെ കാണാൻ മാത്രമായിരുന്നു, നല്ല അടിപൊളിയായിരുന്നു. അങ്ങനെ കുറച്ച് നേരം അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മൾ നേരെ മേളിലോട്ടാണ് പോയതേ. മേളിലുള്ള സെറ്റപ്പുകളും കാര്യങ്ങളും എല്ലാം നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. നമുക്ക് നല്ലൊരു വ്യൂ കിട്ടുന്ന രീതിയിലായിരുന്നു എല്ലാം തന്നെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ആബുകുട്ടനാണെങ്കിൽ നല്ല ആകാംക്ഷയോടെയാണ് എല്ലാം നോക്കിയിരുന്നത്. അവന് ഇതെല്ലാം ഒരു പുതുമയാണല്ലോ. അവന് തന്നെയല്ല, ഞങ്ങൾക്ക് എല്ലാവർക്കും ഇതൊരു പുതുമയായിരുന്നു. അവിടെ നിന്ന് നോക്കുമ്പോൾ കാണുന്ന വ്യൂ എല്ലാം നമ്മുടെ സിനിമയിൽ കാണുന്നത് പോലെയായിരുന്നു എനിക്ക് തോന്നിയത്. എല്ലാം നല്ല അടിപൊളിയായിരുന്നു, ഒന്നും പറയാനില്ല. എത്ര എത്ര ഹൗസ് ബോട്ടായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഈ ഹൗസ് ബോട്ടുകൾ തന്നെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും എത്ര എത്രോളം വിനോദസഞ്ചാരികളാണ് ഇവിടെ ഇതൊക്കെ ഒന്ന് കാണാൻ വേണ്ടി വരുന്നതെന്ന്. മാത്രമല്ല ഇവിടെയുള്ളവരുടെ ഒരു വരുമാന മാർഗം തന്നെയാണ് ഈ ഒരു ഹൗസ് ബോട്ടിംഗ് എന്നുള്ളത്. ഹൗസ് ബോട്ടിൽ ഇരുന്നപ്പോൾ ദേ ഞാനും റിയായും കൂടെ തുള്ളാൻ വേണ്ടിയുള്ള പരിപാടിയാണ് നോക്കുന്നത്. അപ്പോൾ ദേ ഞങ്ങൾ തുള്ളാൻ വേണ്ടിയുള്ള പരിപാടി നോക്കുന്ന ഇടയ്ക്ക് ആബുക്കുട്ടനാണെങ്കിൽ ദേ അതിൻ്റെ ഇടയ്ക്ക് അവിടെ നിന്ന് പോവുക. പിന്നെ ഉണ്ണി പിടിച്ചപ്പോഴേക്കും പിന്നെ ആബുക്കുട്ടന് ഉണ്ണീനെ മാത്രം മതി. ഉണ്ണീനെ പിന്നെ വിടുന്നില്ലായിരുന്നു. പിന്നെ ദേ ഉണ്ണിയുടെ കണ്ണാടി ഉണ്ടായിരുന്നു. അപ്പം അത് കിട്ടിയപ്പോഴേക്കും ആബുക്കുട്ടൻ അതുമായിട്ടുള്ള കളിയായിരുന്നു. പിന്നെ എൻ്റെയും റിയായുടെയും വക കുറച്ച് ഫോട്ടോഷൂട്ടും മറ്റുമൊക്കെ ആയിട്ടുള്ള പരിപാടിയൊക്കെ ആയിരുന്നു. അവിടെ ഒരു ആയുർവേദ മസാജിങ് സെൻറ്റർ കണ്ടപ്പോൾ അമ്മച്ചീനെ അങ്ങോട്ട് ഇറക്കി വിടാനായിരുന്നു ഞങ്ങൾ പ്ലാൻ ചെയ്തത്. അതിനു വേണ്ടിയുള്ള ഒരു ചിരിയാണ് ഈ കാണുന്നത്. അത് അമ്മച്ചിയോട് പറഞ്ഞപ്പോൾ അമ്മച്ചി പറയണ എനിക്കതൊന്നും പോരാ, ആ മസാജൊന്നും എനിക്ക് ഏൽക്കില്ലെന്നാണ് അമ്മച്ചി പറയുന്നത്. അങ്ങനെ നമ്മൾ പോകുന്ന വഴിക്ക് ദേ അവിടെ അടുത്തൊരു ഫിഷ് മാർട്ട് ഉണ്ടായിരുന്നു. അപ്പം അങ്ങോട്ട് പോകാൻ വേണ്ടിയാണ് ദേ ബോട്ട് അടുപ്പിക്കുന്നത്. അപ്പം നമ്മുടെ ബോട്ടിലെ ചേട്ടൻ നമ്മളോട് പറഞ്ഞിരുന്നു, നിങ്ങൾ എന്തെങ്കിലും വാങ്ങി തരുവാണെങ്കിൽ ഞാനത് സ്പെഷ്യലായിട്ട് കറി വെച്ച് തരാം, ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിരുന്നു. അപ്പം അതനുസരിച്ച് നമ്മളവിടെ ഫിഷ് മാർട്ടിലോട്ട് ചെന്നത്. അപ്പം അവിടെയാണെങ്കിൽ കമ്മട്ടി ഞണ്ട്, അതുപോലെ തന്നെ കൊഞ്ച്, ഒത്തിരി ഒത്തിരി മീനുകളും അവിടെ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ അതിൽ നിന്ന് നോക്കിയെടുത്തത് എന്താ കൊഞ്ചായിരുന്നു എടുത്തതേ. അപ്പം ഇതെല്ലാം തന്നെ നമ്മുടെ കായലിലുള്ള മത്സ്യങ്ങളായിരുന്നേ. പിന്നെ ദേ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ഐസ്ക്രീമും ലേസും മറ്റുമൊക്കെ ആയിട്ട് വാങ്ങിയിട്ട് ബോട്ടിലോട്ട് കയറി. അപ്പോൾ ഒന്ന് കൂളാക്കാൻ വേണ്ടി ദേ നമ്മൾ അവിടെ ഇരുന്ന് എല്ലാവരും കൂടി ഇരുന്ന് ഐസ്ക്രീമൊക്കെ കഴിച്ചായിരുന്നേ. അപ്പോൾ ദേ ഞങ്ങൾ ഐസ്ക്രീം കഴിക്കുന്ന സമയത്ത് ആബുക്കുട്ടനായിട്ട് അമ്മച്ചി നല്ല ഡാൻസ് ആയിരുന്നു. ആബുക്കുട്ടനാണെങ്കിൽ അത് നല്ലതുപോലെ എൻജോയ് ചെയ്തായിരുന്നു ഡാൻസ് ചെയ്തത്.
നല്ല വെയിലും ചൂടും ഒക്കെ ആയിരുന്നെങ്കിലും അവിടുത്തെ കാഴ്ചകൾ കാണാൻ വേണ്ടി യാതൊരു മടിയുമില്ലാതെയായിരുന്നു ഞങ്ങൾ കണ്ടുകൊണ്ടിരുന്നത്. കാരണം അതിനും മാത്രം ഉണ്ടായിരുന്നു. അത്ര മനോഹരവുമായിരുന്നു. പിന്നെ ദേ നമ്മൾ കുറച്ച് നേരം അവിടെ ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞിരിക്കുവായിരുന്നേ. അതിൻ്റെ ഇടയ്ക്ക് വെറുതെ ഇരിക്കാത്തത് കൊണ്ട് ലേസും കുറിച്ച് അങ്ങനെ ഇരുന്നു. പിന്നെ ഒരല്പം മധുരലഹരി കൊണ്ടുവരാൻ വേണ്ടി ബെക്കാഡിയായിരുന്നു പൊട്ടിച്ചത്. ബെക്കാഡിയുമായിട്ട് ചേഴ്സ് പറയുന്ന സമയത്ത് ഞാൻ അവരോടൊപ്പം പറഞ്ഞത് സെവണപ്പുമായിട്ടായിരുന്നു ചേഴ്സ്. പിന്നെ അവിടെ എടുത്തു പറയേണ്ടതാണ് ദേ അവിടുത്തെ കായലിൻ്റെയൊക്കെ ആണെങ്കിലും വൃത്തി. നല്ല അടിപൊളിയായിട്ടാണ് ഇട്ടിരിക്കുന്നത്. നല്ല നീറ്റും ക്ലിയറും ആയിട്ടായിരുന്നു. പിന്നെ അങ്ങോട്ട് ദേ നല്ലൊരു വൈബായിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി പാട്ടൊക്കെ വെച്ച് നല്ല തുള്ളലായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ദേ നല്ല ചെത്ത് കള്ളുമായിട്ട് ഒരു ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ദേ നമ്മളൊരു 3 ലിറ്റർ കള്ള് നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനത് കുടിച്ചു നോക്കിയൊന്നുമില്ല. എന്നാലും കുടിച്ചവർ പറഞ്ഞത് നല്ല അടിപൊളി കള്ളായിരുന്നെന്നാ. നമുക്ക് പിന്നെ അവിടെ അറേഞ്ച് ചെയ്ത ഫുഡ് ഒത്തിരി ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാം തന്നെ നല്ല അടിപൊളിയായിരുന്നു. സാമ്പാർ, ചിക്കൻ കറി, തോരൻ, അതേപോലെ തന്നെ വെണ്ടക്ക താളിച്ചത്, പിന്നെ മോരുണ്ടായിരുന്നു. പിന്നെ എന്താ നമ്മൾ മേടിച്ച കൊഞ്ച് വറുത്തെടുത്തവര് റോസ്റ്റ് ചെയ്തെടുത്തതാണ്. പിന്നെ കരിമീൻ ഫ്രൈ, പിന്നെ സാലഡും ഒക്കെ ആയിരുന്നു. അപ്പൊ അതൊക്കെ കൂട്ടി നമ്മൾ എല്ലാരും കൂടെ ഇരുന്ന് ചോറൊക്കെ കഴിച്ചത് കേട്ടോ. അപ്പൊ ദേ അതിലെ ആ ഒരു റോസ്റ്റ് ഇല്ലേ, നമ്മളെ കൊഞ്ച് റോസ്റ്റ്, ആ കൊഞ്ച് റോസ്റ്റ് ഒരു ഇച്ചിരി എരിവാണെങ്കിലും അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ ഇതുപോലെ ഇരുന്ന് കായലിൽ ഇരുന്ന് ഫുഡൊക്കെ കഴിക്കുക, അത് ഞങ്ങളെ സംബന്ധിച്ചെന്ന് പറയുന്നത് ഒരു പുതുമയുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ നല്ലോണം എൻജോയ് ചെയ്ത ഫുഡൊക്കെ കഴിച്ചത്. പിന്നെ ഒരു അല്പം റെസ്റ്റ് ചെയ്തതിന് ശേഷം വീണ്ടും ദേ തുള്ളലിലോട്ടാണ് ഇറങ്ങിയത്. ഞാനും റിയായും ചേട്ടനും ഒന്നും ഒട്ടും മടുപ്പില്ലായിരുന്നു. നല്ല തുള്ളലായിരുന്നു. കെങ്കുട്ടനായിരുന്നെങ്കിൽ പറയേ വേണ്ട. ഉണ്ണിക്കായിരുന്നെങ്കിൽ ആബുകുട്ടൻ ഒരു ട്രോഫി ആയിട്ട് ഇരിക്കുവായിരുന്നു. ആബുകുട്ടൻ എന്ത് ചെയ്തിട്ട് ഉണ്ണിയുടെ മേത്തുനിന്ന് മാറുന്നില്ലായിരുന്നു. ഉണ്ണി ആബുകുട്ടനെയും വെച്ചോണ്ടായിരുന്നു തുള്ളലൊക്കെ. പിന്നെ ഉച്ച കഴിഞ്ഞാണ് നമ്മൾ മേളിലോട്ടൊക്കെ കയറിയത് കേട്ടോ. കാര്യം വെയിലായത് കാരണം മേളിലോട്ടൊന്നും കയറാൻ പറ്റുന്നില്ലായിരുന്നു. മേളിലോട്ടൊക്കെ കയറിയപ്പോൾ ഇതേ നല്ല അടിപൊളി വ്യൂ ഒക്കെ ആയിരുന്നു കേട്ടോ നമുക്ക് കിട്ടിയത്. കാണാനൊക്കെ ആയിട്ട് നല്ല ഭംഗിയായിരുന്നു എല്ലാം തന്നെ. ഞാനിത് പറഞ്ഞു പറഞ്ഞ് നിങ്ങളെ കൊതിപ്പിക്കുന്നില്ല. കാരണം മസ്റ്റായിട്ട് കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ് നമ്മുടെ ഈ കുട്ടനാട് എന്ന് പറയുന്നത്. ഇത്രയും അടുത്ത് കിടക്കുന്ന ഒരു സ്ഥലം നിങ്ങൾ കണ്ടിട്ടില്ലേ എന്ന് ചോദിച്ചാൽ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഇതാദ്യമായിട്ടാ ഞാൻ പോയത്. ആബുകുട്ടനും അപ്പായും കൂടെ ദേ ഉച്ച കഴിഞ്ഞപ്പോഴേക്കും നല്ല മയക്കത്തിലായി. ആബുകുട്ടനാണെങ്കിൽ ഞാൻ എടുത്തിട്ട് എൻ്റെ അടുത്ത് വരുന്നില്ലായിരുന്നു. അവൻ അപ്പാടെ മാറത്ത് കിടന്നുറങ്ങി. അവൻ അങ്ങനെയാണ് അപ്പാനെ കിട്ടിക്കഴിഞ്ഞാൽ. പിന്നെ കെങ്കുട്ടനും ക്രിസായും ദേ ബോട്ട് ചുറ്റി സഞ്ചരിച്ചുകൊണ്ടിരിക്കുവാണ്. അവര് ദേ ടെറസിലോട്ട് കയറുക, താഴോട്ട് ഇറങ്ങുക, ഈ കളിയൊക്കെ തന്നെയായിരുന്നു. ഒട്ടും വൈകാതെ തന്നെ ദേ ചായയും പഴംപൊരിയും ഒക്കെ ആയിട്ട് നമുക്ക് തന്നായിരുന്നു കേട്ടോ. അപ്പൊ ദേ നമ്മളെല്ലാവരും കൂടെ ഇരുന്ന് അതൊക്കെ ഇരുന്ന് കഴിക്കുവാണ്. അമ്മച്ചിയായിരുന്നു ഈ പാട്ടിട്ടപ്പോ ദേ നല്ല തുള്ളലാണ്. കെങ്കൂട്ടനെ കാണിച്ചുകൊണ്ടിരിക്കണേണ് ഇതൊക്കെ. അമ്മച്ചിയുടെ ഒപ്പം കൂടാൻ ദേ കെങ്കൂട്ടനും ഉണ്ട്. അവനും നല്ല കളിയൊക്കെയായിരുന്നു. ചായ കൂടി കഴിഞ്ഞപ്പോ ദേ റിയായുടെയും കെങ്കൂട്ടന്റെയും ഒക്കെ ഡാൻസ് ഉണ്ടായിരുന്നു കേട്ടോ. അതൊരു നല്ല വൈബായിട്ടുള്ള ഡാൻസ് തന്നെയായിരുന്നു കേട്ടോ. അങ്ങനെ ദേ നമ്മുടെ ഒരു ട്രിപ്പ് ചുരുങ്ങിയ സമയം കൊണ്ട് തീരാൻ പോകുകയാണെന്നുള്ള ഒരു സങ്കടത്തിലാണ് ഞങ്ങള്. അപ്പൊ ദേ നമ്മുടെ ട്രിപ്പിന്റെ പരിപാടിയൊന്നും തീർന്നിട്ടില്ല. ഇനി ഇതിന്റെ ബാക്കി പരിപാടിയൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പൊ ദേ നമ്മളൊരു 4:45 ആയപ്പോഴേക്കും ഹൗസ് ബോട്ടിൽ നിന്ന് ഇറങ്ങിയായിരുന്നു. അപ്പൊ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വിശേഷമെന്ന് ഞാൻ ഉദ്ദേശിച്ചത് ബോട്ടിലെ വിശേഷങ്ങൾ മാത്രമാണ് കേട്ടോ. ബോട്ട് കഴിഞ്ഞ് നമ്മൾ വേറെയും ഒരു ഔട്ടിംഗ് കൂടെ ഉണ്ടായിരുന്നു ഇന്ന് തന്നെ. അത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. അപ്പൊ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പൊ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ, സീ യു.